അപ്പോൾ സുനേട്ടാ നമുക്കിപ്പം എല്ലാം സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ആണ്. ആനക്കാർ ഒരുപാട് പേര് ടിക്ടോക്ക് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ആനക്കുട്ടിയുടെ നമ്മുടെ കാര്യങ്ങൾ അറിയാനായിട്ട് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊരു പേജോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇൻസ്റ്റയിൽ ഐ ഡി ഉണ്ട്, കൂടൽമാണിക്യൻ മേഘാർജുൻ. അതാണ് നമ്മുടെ ഒഫീഷ്യൽ പേജ്. അതെ. അതിലൂടെ നമുക്ക് നമ്മുടെ പരിപാടി ഡീറ്റെയിൽസ് അതിനകത്ത് ഇടുന്നുണ്ടോ? ഇല്ലില്ല, പരിപാടി ഡീറ്റെയിൽസ് എത്തുന്നില്ല. മറ്റേത് മാത്രം പരിപാടിയുണ്ട്. അതിൽ പരിപാടി എടുക്കുന്ന ഫോട്ടോസും പരിപാടി എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും കംപ്ലീറ്റും നമ്മളെ കൂടൽമാണിക്യൻ മേഘാർജുൻ്റെ. അത് പരിപാടി ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? അതിന് നമ്പർ എടുക്കും, കോൺടാക്ട് നമ്പർ. ഇൻസ്റ്റയിൽ ഐ ഡി ഉണ്ട്, അത് ഇതല്ലേ കൂടൽമാണിക്യൻ മേഘാർജുൻ അല്ലേ? കൂടൽമാണിക്യൻ മേഘാർജുൻ. ഡയറക്റ്റ് ബുക്കിംഗ് അല്ലേ? ഡയറക്റ്റ് ദേവസ്വം. വേറെ അതിനിടയ്ക്ക് മാനേജർമാരോ ഒന്നുമില്ല, നേരിട്ട് വരിക, ബുക്ക് ചെയ്യുക. അതാണ് സത്യം പറഞ്ഞ സേഫ് ആയിട്ടുള്ള പരിപാടി. അതാണ് നല്ലത്. അല്ല മറ്റുള്ള 100 ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമുക്ക് നേരിട്ട് വന്നിട്ട് അമ്പലത്തിൽ വന്ന് ക്യാഷ് അടച്ചു പോവുക, പരിപാടി എടുക്കുക. ഒരു ശല്യം ഇല്ല. അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്? ഇവിടെ ദേവസ്വത്തിൽ നമ്മൾ അഡ്വാൻസ് അടയ്ക്കണോ ഫുൾ എമൗണ്ട് അടയ്ക്കണോ? ഫുൾ എടുക്കില്ല. അങ്ങനെയാണ്. എന്നോട് ചോദിക്കും സുനി നമുക്ക് ആ പരിപാടി എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാറേ എടുക്കാൻ പറയും. അങ്ങനെയാണ്. അല്ല, ഫുൾ പേയ്മെന്റ് അടച്ചിട്ടാണോ അതോ നമുക്ക് അഡ്വാൻസ് ബാക്കി? അല്ലല്ല, അങ്ങനെയല്ല. ഫുൾ പേയ്മെന്റ് അടയ്ക്കും. നമ്മൾ പറയുന്ന എമൗണ്ട് ഫുൾ അടയ്ക്കും. പിന്നെ വണ്ടി വാടക വേറെ, ബാറ്റ കാശും വേറെ. ആനയുടെ എമൗണ്ട് കംപ്ലീറ്റും തീറ്റ കാശും അടയ്ക്കണം. ദേവസ്വം എഗ്രിമെന്റ് എഴുതാം. അപ്പോൾ മറ്റേ ചെറിയൊരു രസീത് കൈ തരും. നിങ്ങളെ സമയത്തിന് എത്ര മണിക്ക് അവിടെ ആന വേണമെന്ന് പറഞ്ഞാൽ ആ ടൈമിന് അവിടെ ആന. നിങ്ങളെ 5:45 വേണമെങ്കിൽ ആന വേണം, 5:45. 7 മണിക്ക് വേണമെന്ന് പറഞ്ഞാൽ 7 മണി കറക്റ്റ്. 8 മണിക്ക് ആന വേണമെന്ന് പറഞ്ഞാൽ 8 മണിക്ക്. 9 മണിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 7:45 ആകുമ്പോഴത്തേക്ക് ആന അവിടെ എത്തിയിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഡ്യൂട്ടി കറക്റ്റ് ആക്കണം. ഈ കണ്ടിന്യൂസ് പരിപാടി എടുക്കുന്നുണ്ടോ അതോ റെസ്റ്റ് ഉള്ള പരിപാടി എടുക്കുന്നുള്ളൂ? ഇപ്പം അല്ല, പരിപാടി എടുക്കുകയാണെങ്കിൽ അടുപ്പിച്ച് പരിപാടി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂസ് പരിപാടി അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം നമ്മുടെ ഫോറസ്റ്റിന് 1-2 ആളുണ്ട്. അപ്പോൾ അവർ നോക്കും. നമ്മളിപ്പോൾ റെസ്റ്റ് ഒരു 3 പരിപാടി എടുക്കുക, ഒരു ദിവസം ലീവ്, റെസ്റ്റ്. പിന്നെ 2 ദിവസം അടുപ്പിച്ച് പരിപാടി എടുക്കാം, ഒരു ദിവസം ലീവ്. അങ്ങനെ അല്ലാതെ ഒരാഴ്ച ഫുള്ള് ദിവസം പരിപാടി എടുക്കുന്ന രീതിയില്ല. ഇല്ലില്ല, അങ്ങനെയില്ല. അതിനിപ്പോൾ ഞാൻ എന്താ വണ്ടി മേലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരും കൊടുക്കും, ഞാനും കൊടുക്കും. എടുക്കാം, നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കാം പിന്നെ ഇപ്പം ഇതില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ അവർ റെസ്റ്റ് വേണം. ഇപ്പോൾ നമ്മൾ 3 പരിപാടി എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ലീവ്. പിന്നെ നമുക്കൊരു 3 ദിവസം അടുപ്പിച്ചെടുക്കാം. ഒരാഴ്ച അടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ 2 ദിവസം 3 ദിവസം ലീവ്. ഒരാഴ്ച അടുപ്പിച്ച് പരിപാടി എടുക്കുകയാണെങ്കിൽ 2 ദിവസം ലീവ്. അത് നമ്മൾ ബുക്കിലവിടെ എഴുതി വെക്കണം. അതെന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര സ്ഥലത്തുണ്ട്. നമ്മളിപ്പോൾ എറണാകുളം ജില്ല വിട്ട് പോകാൻ പാടില്ല. എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ ഈ 3 ജില്ല പോവാം. കോഴിക്കോടും ഇല്ല, അങ്ങോട്ട് തെക്കോട്ടും ഇല്ല. അത് കഴിഞ്ഞ കൊല്ലം വന്ന ഇതാണ് വിഷയമാണ്. ഈ കൊല്ലം എന്തായാലും തെക്കോട്ട് പോകാനുള്ള പരിപാടി തന്നെ. എടുക്ക് കൊല്ലം, കോട്ടയം ആ ഭാഗത്ത് കൂടെ പരിപാടി 5-6 പരിപാടി എടുക്കണം. അങ്ങനെയുള്ള മൈൻഡാണ്. കഴിഞ്ഞ കൊല്ലം പിന്നെ കൊല്ലത്തു നിന്നൊക്കെ ഒരുപാട് ചെക്കന്മാർ വിളിച്ചിരുന്നു തന്നെ. കൊല്ലത്തുനിന്നും അടൂരിൽ കുറേ ആൾക്കാർ വിളിച്ചിരുന്നു. പക്ഷെ ദൂരെ ഈ 100 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് വണ്ടി ഓടാൻ പാടില്ല എന്ന് പറഞ്ഞ ചെറിയൊരു വിഷയം ഉണ്ടായി. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി ഒന്ന് പിന്നാക്കം പിടിച്ചിരിക്കുന്നത്. ഈ ആനയുടെ കാര്യത്തിലൊക്കെ പക്കയാണോ? ഈ ആനയ്ക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുഡ്, അതിന്റെ ആനയുടെ കേസിന് എന്ത് കാര്യത്തിൽ നമ്മൾ എന്ത് പറയുകയാണെങ്കിൽ അവിടെ സാധനം നടക്കിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു സുരേഷ് തെക്കമ്പടം സുരേഷ് എന്ത് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ സ്വർണ്ണം അരച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാലും ആള് റെഡിയാണ്. ലോകത്തിൽ പൈസ കൊടുത്ത് കിട്ടുന്ന സാധനം എന്തും മേടിക്കും. അതെ. ഇപ്പം എനിക്കിപ്പോൾ തൽക്കാലം എനിക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വാടകയ്ക്ക് ഇരിക്കുന്നത് വീട് ആൾ തന്നെ പൈസ കൊടുക്കണത്. അല്ല, നമ്മുടെ ശമ്പളത്തിൽ നിന്നല്ല, ആൾ തന്നെയാണ് പൈസ കൊടുക്കുന്നത്. വാടക നമ്മൾ ഇരിക്കുന്ന വീടുണ്ട്, അതിനൊക്കെ ആൾ റെഡിയാണ്. ഇതാണ് ഇപ്പം നിലവിൽ സുനിച്ചേൻ്റെ എല്ലാ രീതികൾക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും സഹായമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ. ഇനി ഇതിനകത്ത് വേറെ ആരും ഉണ്ടോ? ഇഷ്ടമല്ല, ചേട്ടന്മാർ കുറേ പേരുണ്ട്. ഇപ്പം ജോലി വരാത്തതാണ്. അങ്ങനെ കുറേ നമുക്ക് നമ്മൾ വരെ മുമ്പൊക്കെ ചെയ്ത് തരുന്ന കുറേ പേരുണ്ട്. അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ചേട്ടന്മാർ, പിന്നെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ആകെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുട്ടിയന്മാരെ 3-4 പേരുള്ളൂ. അവർ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് കാര്യത്തിനും വിളിച്ചു ചോദിക്കാനായാലും എന്തിനും സഹായിക്കാൻ ഇഷ്ടംപോലെ ചേട്ടന്മാരുണ്ട്. നിലവിൽ ആനക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അടിപൊളിയാണ്. നല്ല നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര വലിയ ദേവസ്ഥൻ്റെ ആനയാണ്. പണ്ടായത് തൊട്ട് ആനയുള്ള ദേവസ്ഥയാണ്. ഇത്ര അഡ്മിനിസ്ട്രേറ്റർ, ചെയർമാൻ, അങ്ങനെ എല്ലാം ഇതാണ്. അവർക്ക് നമ്മളായിട്ടൊന്നും പറയേണ്ട ഒന്നുമില്ല. ആനക്കാരെന്ത് പറയണോ അത് ചെയ്തു കൊടുക്കാനുള്ള ദേവസ്വം. പിന്നെ ആന നടയിരുത്തിയ ആളുണ്ട്, സുരേഷേട്ടൻ. ഇപ്പം നടയിരുത്തിയിട്ട് ആൾ പൂവല്ല ആൾ ചെയ്തേക്കണത്.
പിന്നെ ഇതിന് എന്താവശ്യമുണ്ടോ ഇന്നിപ്പോൾ എന്ത് സാധനം അതിന് വേണം അത് പൈസ കൊടുത്താൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആനക്ക് കിട്ടിയിരിക്കും അത് സുരേഷേട്ടൻ തെക്കേമണം സുരേഷേട്ടൻ എന്ന് പറയുന്ന സാർ നമുക്ക് ആനക്കാർക്ക് എന്താവശ്യമായാലും ആനയുടെ എന്ത് കാര്യത്തിനായാലും ആൾ ചെയ്യും. പിന്നെ കുറേ ചേട്ടന്മാരും ഉണ്ട് നമുക്ക് രഞ്ജിത്തേട്ടൻ ഹരിച്ചേട്ടൻ മഹേഷേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷയ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകും. ഇപ്പം നിലവിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം ഇക്കൊല്ലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വരുമ്പോൾ ഭയങ്കര വെല്ലുവിളികളായിരുന്നു. സുഞ്ചണ്ണെ കൊണ്ട് ആനയെ വയ്ക്കാൻ പറ്റില്ല. ആനക്കാരല്ല കേട്ടോ, ആനക്കാരങ്ങനെ മുമ്പുള്ള ആനക്കാരൊന്നും പറയുന്നില്ല. ആനക്കാരുടെ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെയുള്ള ആനക്കാരെ അപ്പം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം മുമ്പുള്ള ആനക്കാരനപ്പോൾ അയാളെ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ സുഞ്ചേട്ടൻ സുഞ്ചേട്ടനെ കുറ്റം പറയും. അപ്പോൾ മറ്റേ ആനക്കാരനെ കൂട്ടുപിടിക്കും. അങ്ങനെ വേണ്ടിയിട്ട് ആനക്കാരൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നാട്ടുകാർ ഒന്നും ചെയ്യാൻ പറ്റില്ല, പരിപാടി എടുക്കാൻ പറ്റില്ല, ഉത്സവം എടുക്കാൻ പറ്റില്ല, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 99% പേര് സപ്പോർട്ടാണെങ്കിലും 1% നമുക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായി. അതൊന്നും വിഷയമായിരുന്നില്ല. ആളെ അന്വേഷിച്ച് ഭംഗി കുറേ പരിപാടി എടുത്തു. കൂടമാണിക്ക് ഉത്സവം എടുത്തു, കൊടിപ്പുറത്ത് വിളക്ക്, ഇപ്പോൾ ആദ്യത്തെ ഉത്സവം ഇവിടെ ചടങ്ങിന് വെച്ചാൽ സ്വന്തം ആനയുടെ പുറത്ത് എഴുന്നള്ളുന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് എടുത്തു. 10 ദിവസം എടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ആന വലിയ കിട്ടിയത് ഭംഗിയായിട്ട് പോയി. സീസൺ ഭംഗിയായിട്ട് പോയി. അതെന്ന് വെച്ചാൽ ഇത് തെറ്റണമെന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല, അത്ര ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിലുണ്ടായിരുന്നവർ ഇപ്പം മാറി നിൽക്കണവരും അങ്ങനെ ഗേറ്റൊക്കെ രക്ഷമുക്കാലും അതിന് തന്നെ ആൾക്കാർ തന്നെയാണ്. അതെ, ഒരു രക്ഷയില്ല. അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. കണ്ണിൽ എണ്ണ വെച്ചിട്ട് ഇവിടെ 24 മണിക്കൂർ അവിടെ ആനടുത്ത് വന്ന് കണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവർക്കൊന്നും നമ്മൾ പിടികൊടുത്തില്ല. നമ്മൾ അവരുടെ അടുത്തേക്ക് മാത്രമായിട്ട് ഒന്നിനും നമ്മൾ പോകണില്ല. അവരിങ്ങോട്ട് വന്നാലും നമ്മൾ ഒന്നും അവർ നേരിട്ട് പറയണില്ല, നമ്മൾ ചെയ്ത് കാണിക്കുകയാണ്. അവർ പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും സുഞ്ചേട്ടപ്പോൾ വന്നിട്ട് ചെയ്ത് കാണിച്ചു. പല കാര്യങ്ങളും പറഞ്ഞ് അതൊക്കെ ചെയ്ത് കാണിച്ചു. ഉത്സവം എടുക്കാൻ പറ്റുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ. അതൊക്കെ സുഞ്ചേട്ടൻ എടുത്ത് കാണിച്ചു. നമ്മൾ കൂടെ നിൽക്കണമെന്നുള്ള ആളുടെ കഷ്ടപ്പാട് തന്നെയാണ് ഇതിൽ. ആളും ഭഗവാന്റെ തന്നെയാണ്, മുതലാളിയും സർക്കാരിനല്ല. അപ്പോൾ അതാണ് നമ്മുടെ തൊഴിൽ. നമ്മുടെ ആശാമാരെ കഴിവ്, നമ്മളെ ആശാമാരെ എങ്ങനെയാണ് പണി പഠിപ്പിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു മുതലിനെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് 10 ആളുടെ മുമ്പിൽ നമ്മൾ പരിപാടി എടുത്ത് കാണിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഈ വെല്ലുവിളിയൊക്കെ ഇല്ലേ, ഈ വെല്ലുവിളി നമുക്കൊന്ന് മാറ്റിയെടുക്കണം, അത്ര തന്നെ ഉള്ളൂ. ഇതിലും ഭംഗിയായിട്ട് തന്നെ പോകും വരും കൊല്ലങ്ങളിൽ. അത്ര തന്നെ. അത് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇതിലും നന്നായിട്ട് മുമ്പോട്ട് പോകട്ടെ. എല്ലാവർക്കും ആശംസകൾ. ഇതിലും നന്നായിട്ട് പരിപാടി എടുക്കാൻ. പിന്നെ തീർച്ചയായിട്ടും അടുത്ത പോലെ എന്തായാലും എന്ത് വെല്ലുവിളിയാലും വേണ്ട, അടുത്ത പോലെ എങ്ങനെ പോലെ ഒരു 100 പരിപാടിയുടെ മുകളിൽ എന്തായാലും എടുത്ത് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ പവറാണ്. അതിന് സംഗമേശ്വരൻ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.